ഹലോ ചങ്ങായിമാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു അടിപൊളി തോരനാണ്. നമ്മുടെ ഓണസദ്യയിലെ രണ്ടാമത്തെ ഐറ്റമായിട്ടുള്ള തോരൻ. നമ്മളിവിടെ ക്യാബേജും ക്യാരറ്റും കൂടി എടുത്തിട്ടാണ് നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് എടുക്കാൻ വേണ്ടി പോകുന്നത് ക്യാബേജും ക്യാരറ്റും ആണ്. അപ്പോൾ നമ്മൾ ക്യാബേജും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ ക്യാരറ്റിൻ്റെ തൊലി കളയാൻ വേണ്ടി പീലർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം തൊലിയൊക്കെ കളയുന്നുണ്ട്. നമ്മൾ ക്യാരറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബേജ് ആണെങ്കിൽ നമ്മൾ കഴുകിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ക്യാബേജ് റെഡിയാക്കാം. ക്യാബേജ് നമ്മൾ ശരിയാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊത്തിയാണ് എടുക്കുന്നത്. കത്തി വെച്ച് കൊത്തി എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ചെയ്യാം. ചോപ്പറിലിട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്കുള്ളൂ കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ക്യാബേജ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും നിങ്ങൾക്ക് ചോപ്പറിലിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ കുഴഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കൊച്ചുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് വേണ്ടത്. നമുക്കിതൊന്ന് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. പിന്നെ നമ്മളിവിടെ 2 പച്ചമുളകാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 3 പച്ചമുളക് എടുക്കാം. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളക് എടുത്താൽ മതി. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിതെല്ലാം കൂടി ഒന്ന് നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും പിന്നെ നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് വേണ്ടത് കുറച്ച് ഉപ്പാണ്. അതുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കുക. നമുക്കിത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് പോരെന്നാണെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിൽ അവസാനമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാമേ. നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കുള്ള ഏറ്റവും കൂടുതൽ നല്ലത്. കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫ്ലേവറായിട്ട് നമുക്കിങ്ങനെ വരുമ്പോൾ ആ വെളിച്ചെണ്ണയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഉള്ളിയുടെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഫ്ലേവർ നമുക്ക് കിട്ടും പെട്ടെന്ന്. ഇപ്പോൾ നമ്മൾ നല്ലവണ്ണം ഒന്ന് തിരുമ്മി നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 5 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതല്ലെന്നാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാവുന്നതാണ്. പിന്നെ ഞാൻ തോരൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് തേങ്ങ ഇപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. അത് നമ്മുടെ ക്യാബേജൊക്കെ ഒരു ഹാഫ് വേവ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ തേങ്ങ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ അടപ്പത്ത് വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലവണ്ണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറ്റൽമുളക് എടുക്കാം. വറ്റൽമുളക് നെടുകെ കയറിയത് ഒരു 2 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ്, ക്യാരറ്റ് അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് തേങ്ങാപ്പീരയാണ്. നമ്മളിവിടെ ഒരു ബൗളിൽ കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്യാബേജും ക്യാരറ്റും വേവുന്നവരെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ക്യാബേജും ക്യാരറ്റൊക്കെ ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം. തേങ്ങാപ്പീര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ഹാഫ് വേവ് ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ബാക്കി കൂടെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ക്യാബേജിലും ക്യാരറ്റിലും ഉണ്ടാകുന്ന ആ ഒരു ഈർപ്പമാണെങ്കിലും അതെല്ലാം പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് കുഴഞ്ഞു പോകാണ്ട് നമുക്ക് നമ്മുടെ തോരൻ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഇത്രയുള്ള നമ്മുടെ ക്യാബേജ് ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. നമ്മുടെ ഓണത്തിന് മെയിൻ ഐറ്റങ്ങളിൽ ഒന്നാണ് ഒരു തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്ക് ക്യാബേജ് ക്യാരറ്റ് തോരനാണെങ്കിൽ അടിപൊളിയായിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.